ഹലോ കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. നഗരത്തിലെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തുനിൽക്കുകയായിരുന്നു മീര. ഡ്യൂട്ടി കഴിഞ്ഞ് തളർന്ന നാട്ടിലേക്ക് മടങ്ങുകയാണ് അവൾ. അപ്പോഴാണ് പ്ലാറ്റ്ഫോമിലെ ഒരു ബെഞ്ചിൽ തനിച്ചിരിക്കുന്ന ആ വൃദ്ധനെ അവൾ ശ്രദ്ധിച്ചത്. ദൂരേക്ക് നോക്കി ശൂന്യമായ കണ്ണുകളോടെ ഇരിക്കുന്ന അയാൾ തന്റെ കയ്യിലിരുന്ന ഒരു ചെറിയ കവർ മുറുക്കി പിടിച്ചിരുന്നു. പെട്ടെന്ന് അയാളൊന്ന് വിറച്ചു. ശ്വാസം കിട്ടാതെ കഷ്ടപ്പെടുന്നത് പോലെ മീരയ്ക്ക് തോന്നി. ഒരു നിമിഷം വൈകാതെ അവൾ അയാളുടെ അടുത്തേക്ക് ഓടിയെത്തി. അപ്പൂപ്പ, എന്തു പറ്റി? ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? അയാളൊന്ന് തലയാട്ടി. മീര വേഗം അയാളുടെ പൾസ് പരിശോധിച്ചു. പേടിക്കേണ്ട സാഹചര്യമില്ലെന്ന് ഉറപ്പുവരുത്തി കുടിക്കാൻ അല്പം വെള്ളം നൽകി. കുറച്ചു സമയത്തിന് ശേഷം അയാൾ ശാന്തനായി. അപ്പൂപ്പൻ എങ്ങോട്ടാ? കൂടെ ആരുമില്ലേ? അയാൾ തന്റെ കയ്യിലിരുന്ന ആ പേപ്പർ മീരയ്ക്ക് നേരെ നീട്ടി. മനോഹരമായി വരച്ച ഒരു ചിത്രമായിരുന്നു അത്. ഒരു കൊച്ചു വീടും അതിനു മുകളിൽ ഒരു വലിയ മഴവില്ലും. ഇത് എന്റെ മകൾക്ക് വേണ്ടിയാ. അവൾക്ക് 19 വയസ്സുള്ളപ്പോൾ ഒരു അപകടത്തിൽ ഞങ്ങളെ വിട്ടുപോയി. ഇന്ന് അവളുടെ ജന്മദിനമാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ വരക്കുന്ന ചിത്രങ്ങളാണ്. ഇതെനിക്ക് അവളുറങ്ങുന്നിടത്ത് സമർപ്പിക്കണം. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. രാവിലെ ശ്വാസം മുട്ടൽ വന്നപ്പോൾ ഞാൻ കരുതി എനിക്ക് പോകാൻ കഴിയില്ലെന്ന്. അയാൾ മെല്ലെ എഴുന്നേറ്റ് മീരയുടെ തലയിൽ കൈവച്ചു. നെഴ്സ് ആണല്ലേ? നിനക്ക് നല്ലത് വരും മോളെ. ആ വൃദ്ധൻ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങുന്നത് നോക്കി മീര നിന്നു. ആ രാത്രിയിലെ ജോലിഭാരം നൽകിയ തളർച്ചയേക്കാൾ വലിയൊരു ആശ്വാസം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.